ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും ഒരു പ്രഭാതം കാണാൻ വേണ്ടിയിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചായ അല്ല കേട്ടോ, ഇതൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ്. ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഡ്രിങ്കാണ് കേട്ടോ. വെയിറ്റ് ലോസ് ആയാൽ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ദേ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ വിത്തുകൾ കേട്ടോ. പുതിയ വിത്തുകൾ നമുക്ക് കൊറിയർ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല. കാര്യം എനിക്ക് ആദ്യത്തെ അനുഭവം ഉള്ളത് കാരണം എനിക്ക് വല്ലാതെ ആ ഒരു ഹാർഡ് വർക്കിങ്ങിൻ്റെ ഫലം കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വാങ്ങിയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ലാസ്റ്റ് പരീക്ഷണമാണ് കേട്ടോ. ഇതിലും ഞാൻ ഫ്ലോപ്പായി കഴിഞ്ഞാൽ എൻ്റെ പച്ചക്കറി എന്നുള്ള എന്താ പറയുന്നത്, പച്ചക്കറി എന്നുള്ള ആ ഒരു ഡ്രീം ഞാൻ ചിലപ്പോൾ അത് വേണ്ടെന്ന് വെക്കും. ചിലപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഇവിടുത്തെ മണ്ണ് തീരെ നല്ല മണ്ണല്ല. അപ്പോൾ മണ്ണൊന്ന് ട്രീറ്റൊക്കെ ചെയ്തിട്ട് രണ്ടാമതൊന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാര്യം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുറച്ചും കൂടെ റിലാക്സിങ് ആയിട്ടുള്ള, എന്താ പറയുന്നത്, മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു ഏർപ്പാടാണ് ഗാർഡനിങ്, കൃഷി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളുടെ ചെടികളൊക്കെ ഒന്ന് നോക്കുകയാണ്. രാത്രിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇത് ഓവർ വാട്ടറിങ് ആയിട്ട് ചീത്തയായി പോകുമെന്നൊരു പേടിയുണ്ട്. ഇത് നമ്മൾ കിണറിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. നമുക്കിത് മഴയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. മാത്രമല്ല ഈ കിണർ ഇവിടുന്ന് തട്ടിക്കളയണം. എന്നിട്ട് ഈ ഭാഗത്തൊരു അമ്പൽക്കുളം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിങ് പൊട്ടാണ്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും മഴ കഴിഞ്ഞിട്ട് ഇനി അതൊക്കെ ചെയ്യത്തുള്ളൂ. കാര്യം വെള്ളം വരുമോ വെള്ളം നിൽക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട്, അങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ചെടിയെല്ലാം എടുത്ത് കിണറിൻ്റെ മുകളിലോട്ടാണ് വെക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു വർഷം കൂടെ ഈ കിണർ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പഴയ പോലത്തെ ആ ഒരു ഈ ഒരു കോമ്പൗണ്ടിൽ ഇതേവരെ വെള്ളം അങ്ങനെ നിന്നിട്ടില്ല. നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിൽ പോലും ഇവിടെ വെള്ളം വന്നിട്ടില്ല. പക്ഷെ പറയാൻ പറ്റത്തില്ല, നമ്മുടെ കയ്യിലല്ലല്ലോ ഒന്നും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മഴയും കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അതേ നമ്മളുടെ ചെടികളൊക്കെ എല്ലാം ഒന്ന് രാവിലെ ഒന്ന് നോക്കുകയാണ്. ഇത് ചെമ്പരത്തിട്ട് ഇടയ്ക്ക് നമുക്ക് തലയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നതാണ്. ഇത് മത്തനും, പിന്നെ ഇത് നമ്മുടെ സോയാബീൻ്റെ പയറില്ലേ, കട്ടൻ പയർ എന്ന് പറയുന്നത്, അതാണ്. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ, ഇത് ഞാൻ ചർച്ചയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ.